എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന പിതാവ് തന്റെ പൊന്നാര മകളോട് പറയുകയാ, മോളെ ഫാത്തിമ, പഠിക്കണേ ഉമ്മ, നിനക്കും പരാതിയാണ്, നിന്റെ മകൾക്കും പരാതിയാണ്. ഭർത്താവിൻ്റെ വീട്ടിലെ കഷ്ടപ്പാടാണ്, ജോലിയാണ്, തുണി കഴുകണം, ചോറ് വെക്കണം അടുപ്പത്ത്, അതാ പാത്രം കഴുകണം, എന്തെല്ലാം കഷ്ടപ്പാടാണ്. ഓസിനല്ലല്ലോ പെങ്ങള്, അള്ളാഹു തരുന്ന എത്ര വലിയ പ്രതിഫലമാണെന്നറിയോ. അതാ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താൽ, ഭർത്താവിൻ്റെ വസ്ത്രം കഴുകിയാൽ, വീട് അടിച്ച് വാരിയാൽ, പടച്ചവനെ നീ എന്ത് ചെയ്താലും പ്രതിഫലമാണ് പെങ്ങളെ, എന്ത് ചെയ്താലും പ്രതിഫലമാണ്. നിന്റെ ഓരോ കഷ്ടപ്പാടിനും എന്തിനെന്നറിയോ, അടുക്കളയിൽ അടുപ്പിന്റെ ചുവട്ടിൽ നിന്ന് ചോറ് വെക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തിലൂടെ ഒരു തുള്ളി വിയർപ്പുള്ളിയെ ഒരു തുള്ളി വിയർപ്പങ്ങാണം താഴെ വീണ അതും വെറുതെ ആകില്ല ഉമ്മ. ആ വിയർപ്പ് തുള്ളിക്ക് പോലും അല്ലാഹു നിനക്ക് പ്രതിഫലം തരുന്നുണ്ട് പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ചോദിച്ചു ഫാത്തിമ, അടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ, എന്നാൽ അടിമയേക്കാൾ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നന്മ ലഭിക്കുന്ന ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താ വാപ്പാ, എന്താ വാപ്പാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് പറയണേ ഫാത്തിമ, ഇത് പറയണേ ഫാത്തിമ. ഒരടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രതിഫലമുള്ള കാര്യമാണ് ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറ ഫാത്തിമ, ഈ ദിക്ർ പറ ഫാത്തിമ. ഇത് കേട്ടപ്പോൾ നമുക്ക് നിസാരമായി തോന്നുന്നടോ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറയൂ, പെങ്ങളെ 29ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ലോകത്തോട് വിട പറയുന്നത്. ആ 29 വയസ്സിൽ മരിക്കുന്ന ദിവസവും ഫാത്തിമ മുടക്കിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞു കൊടുത്ത നന്മ ഫാത്തിമ ബീവി മരിക്കുന്ന ദിവസവും പറഞ്ഞു. പെങ്ങള് അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമഅതുഹാ മിൻ റസൂലില്ലാഹ്. അലിയാര് തങ്ങൾ പറയുകയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ മുത്തുനബി പറഞ്ഞത് ഞാൻ ഇന്ന് വരെ മുടക്കിയിട്ടില്ല, മരിക്കുന്ന കാലം വരെ മുടക്കാറുമില്ല. ഇതാടോ നന്മയെന്ന് പറഞ്ഞാൽ, ഇതാടോ നന്മയെന്ന് പറഞ്ഞാൽ, ഇത് കേട്ടപ്പോ നമുക്ക് നിസാരമായടോ. സിറാജേ, ഒരു സുബ്ഹാനല്ലാഹയാണോ, ഒരു അൽഹംദുലില്ലാഹയാണോ, ഒരു അല്ലാഹു അക്ബറാണോ? ഇത് പറയാൻ വേണ്ടിയാണോ ഇത്ര നേരം എടുത്തത്? നിനക്കറിയില്ല വാപ്പാ, ആ ദിക്റിന്റെ മഹത്വം നിനക്കറിയൂല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയോട് പറഞ്ഞു, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്ർ നീ 33 പ്രാവശ്യം പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏത് ദിക്ർ? ഏത് ദിക്ർ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അത് പറയാൻ തന്നെ മനസ്സ് വരുന്നില്ല, കാരണം അത്രയ്ക്ക് നിസാരമായി പോയി. നിനക്കാ വാപ്പ നിസാരം? ചെറുപ്പക്കാരൻ, നിനക്കായി ഇത് നിസാരം? ഇതിന്റെ മഹത്വം നിനക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, പാവപ്പെട്ടവരായ സഹാബത്ത്, നബിയെ, ഈ പ്രതിഫലം മുഴുവനും ഈ പണക്കാർ കൊണ്ടുപോകുന്നു. അവർ ഹജ്ജിന് പോകുന്നു, അവർ വർഷാവർഷം ഹജ്ജിന് പോകുന്നു, തോന്നുമ്പോൾ ഉംറയ്ക്ക് പോകുന്നു, സക്കാത്ത് കൊടുക്കുന്നു, അള്ളാന്റെ ദീനിന് സമ്പത്ത് വാരിക്കോരി കൊടുക്കുന്നു. നമ്മുടെ കയ്യിലൊന്നുമില്ല നബിയെ, നിങ്ങൾ പാവപ്പെട്ടവരാ, ഹജ്ജ് ഉംറയൊക്കെ നമുക്കിങ്ങനെ സ്വപ്നം കാണാനല്ലേ പറ്റൂ. അപ്പം നബിതങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ? നബിതങ്ങൾ ചോദിക്കുക, ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ? സഹാബത്ത് ചോദിച്ചു, എന്താണെന്ന്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.
ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെ, വേണോ വേണ്ടേ? വിശക്കുന്നവന് വല്ലതും കൊടുത്തിട്ടേ കാര്യമുള്ളൂ. മന്തി ബിരിയാണി തിന്നിട്ടിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ഹജ്ജിൻ്റെ മക്കത്ത് ചെന്ന് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നന്മ, നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര പായിലിരുന്നിട്ട് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ പറഞ്ഞാൽ മതി, ഹജ്ജിൻ്റെ കൂലി കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് ഉണ്ട്. ഏതെങ്കിലും കിതാബിലെല്ലാം സഹീഹ് മുസ്ലിമിൽ തന്നെ ഈ ഹദീസ് കാണാം. ഏത് ദിക്ർ? ഈ നമ്മൾ പറയുന്ന സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ. ഓടുവല്ലേ നമ്മൾ, അല്ലാ എന്ത് സുബ്ഹാനല്ലാ. ഇന്ന് 5 വഖത്ത് ഉണ്ടായിരുന്നു, 5 ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമായിരുന്നു. ആര് പറഞ്ഞു? സ്വന്തം ചിന്തിക്ക്. ആര് പറഞ്ഞു? അതാ നമ്മൾ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എടോ, നന്മ നമുക്ക് ചെറുതും വലുതും നമ്മൾ നിസ്സാരമ നമ്മളെ കാണാ. അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്രത്തോളം പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്റാണ്. അതുകൊണ്ട് സഹോദരാ, നമുക്കുമൊന്ന് മത്സരിക്കാമടോ. പടച്ചവനെ, അള്ളാഹുവിൻ്റെ റസൂൽ അവിടെന്ന് പറഞ്ഞ ഒരു നന്മയാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദേ, ഇന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നു, എല്ലാ ജോലിയും കഴിഞ്ഞു, കിടന്നുറങ്ങാൻ ബെഡ്റൂമിൽ കട്ടിലിൻ്റെ അകത്ത് വന്നിരിക്കുമ്പോ അല്ലാഹ് സഹോദരാ, എന്നും പറയണമെന്ന് ഞാൻ പറയുന്നില്ല, നീ മരിക്കുന്ന കാലം വരെ പറയാ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഇൻഷാ അല്ലാഹ് ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 3 ദിക്ർ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഉറങ്ങും ഉസ്താദ്. അതാ അല്ലാഹുവേ, അതാ ഖുർആൻ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇൻഷാ അല്ലാഹ് നാളെ ചെയ്യുന്നത് നിന്റെ ഇഷ്ടം. ഉസ്താദ്, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ 3 ദിക്ർ പറഞ്ഞിട്ടേ ഞാൻ കിടന്നുറങ്ങൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഇന്നത്തെ ഒറ്റ ദിവസം അരക്കയ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അല്ലാഹുവേ, ആരെല്ലാം മജ്ലിസിലിരുന്ന് കൈവക്കിയോ മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹ് നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ കൈകൊണ്ട് വാങ്ങാൻ ഭാഗ്യം തരണേ റഹ്മാനെ. ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കാത്ത ഹൗലുൽ കൗസർ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ ഈ കൈപൊക്കിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹ് മരിക്കുന്ന സമയം സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് ഈമാനോടുകൂടി മരിക്കുന്നവരിൽ ഈ കൈപൊക്കിയവരെ നീ പെടുത്തണേ അല്ലാഹ്. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. അതിൻ്റെ കൂടെ രാമീൻ പറ. പൈസ ഒന്നും ചോദിച്ചില്ല, ഒരു നന്മ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ചിലരങ്ങനെ മതകളകി ആന വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ചിലരുണ്ട്. ഒന്നുകൂടെ കൈ പൊക്കിക്കേ. ഉണ്ടാ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇത് ചെയ്യുക. ഈ ഒരു നന്മ ചെയ്തിട്ട് ഇന്ന് ഉറങ്ങാവും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു നന്മ പഠിച്ചില്ലേ? ഒരു നന്മ പഠിച്ചോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ഒരു നന്മ പഠിച്ചോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ഇന്ന് ചെയ്ത് നോക്ക്. ഇതിന്ന് ഭാര്യയും ഭർത്താവും കൂടെ എന്താ ഇക്ക ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേടി? സുബ്ഹാനല്ലാഹ് പറ. ഭർത്താവിനോട് ഭാര്യ പറയണത് വയല് കഴിഞ്ഞിട്ട് എഴുന്നേക്ക്, ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ? ഈ ദിക്ർ പറഞ്ഞ ഹജ്ജിൻ്റെ കൂലി കിട്ടും, എഴുന്നേറ്റിരിക്ക് എന്നൊന്ന് പറഞ്ഞു നോക്ക് സഹോദര. ഇന്നു വരെ നിന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒരു ആനന്ദം ഇന്ന് രാത്രി ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അൽഹംദുലില്ലാ. സുഖമല്ലേ എല്ലാവർക്കും? സുഖമല്ലേ? ആന്ന് പല്ലുവേദനയാന്ന്. എടാ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞവർ, സുഖമാണെന്ന് പറഞ്ഞവർ, തലകുലിക്കവർ, ചിരിച്ചവർ, എൻ്റെ പൊന്നാര കാക്ക, അങ്ങനെയാണോ മറുപടി പറയണ്ടേ? എടാ നമ്മളിതാ വഅദുകളൊക്കെ കേൾക്കും, ജീവിതത്തിലൊന്നുമില്ല, പറയുന്നവനും ഇല്ല, കേൾക്കണവനും ഇല്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി സുഖമാണോ? അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ. നബി എനിക്ക് സുഖമാണ് നബി, അൽഹംദുലില്ലാ റാഹത്താണ് നബി. ഈ ഒരു മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. എന്നാൽ പുറകിൽ രണ്ടാമതൊന്ന് കയറി വരുന്നുണ്ട്. ഓനോടും ചോദിച്ചു സുഖമാണോ എന്ന്. നിങ്ങൾ പറഞ്ഞതുപോലെ എന്തോ പറഞ്ഞു ചങ്ങാതി. ആ ചങ്ങാതി പറഞ്ഞു സുഖമാ, റാഹത്താ, ഖൈറാ. അപ്പം നബി തങ്ങൾ ചിരിച്ചൊന്നും മിണ്ടിയില്ല. അതെന്തേ നബിയെ? എനിക്ക് ദുആയില്ലേ? എനിക്ക് ദുആയില്ലേ നബി? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയല്ലേ എന്നോട് ചോദിച്ചേ. ഓന് വേണ്ടി ദുആ ചെയ്ത് എനിക്ക് ദുആയില്ലേ?
നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗന റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? സുഖമാണോ? ഇതെന്താ ആദ്യം പറയാൻ? അതാണ് ഞാൻ പറഞ്ഞത്, അത് അറബികൾ കൊള്ളാമെന്ന് വിചാരിച്ചേ. അതൊക്കെ അറബികൾ കൊള്ളതല്ല. അതൊക്കെ ഇപ്പം സ്വർഗത്തിൽ പോവാ. അൽഹംദുലില്ലാ പറഞ്ഞാൽ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോവാ. നമ്മളങ്ങനെ വിചാരിക്കണേ. എൻ്റെ പൊന്നാര ചങ്ങാതി, ചെറുതും വലുതും ഒന്നുമില്ല. ആ അൽഹംദുലില്ലാ കൊണ്ട് നിനക്ക് ദുനിയാവിലും നേട്ടം, ആഖിറത്തിലും നേട്ടം. അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അത് ഹയാത്താക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പോൾ സുഖമില്ലേ? കച്ചവടമൊക്കെ ഇല്ലേ? ആരോഗ്യമൊക്കെ ഇല്ലേ? പൈസയൊക്കെ ഇല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇത് മതി, ഈ അൽഹംദുലില്ലാ മതി. ഒരു സുബ്ഹാനല്ലാ, ഒരു അൽഹംദുലില്ലാ, ഇത് മതി. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. മടുത്താ നിർത്തണം. സമയം എന്തായി? ഇപ്പോൾ സമയം എന്തായി സാർ? 10:30. മാഷാ അല്ലാഹ്. ഉച്ചകൊണ്ടിരിക്കല്ലേ? കുറച്ചു നേരം കൂടി ഇരിക്കല്ലേ? മാഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് നാളെ രാവിലെ മലപ്പുറത്തൊരു വയലുണ്ട്. നേരെ ഇവിടെ നിന്ന് വണ്ടി അങ്ങോട്ട് പോവാം, വീട്ടിൽ പോകുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് 11 മണി വരെ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ രണ്ടാമതായി പറയുകയാ. രണ്ടാമത്തെ സ്വഭാവ ഗുണമെന്തെന്നറിയോ? വയദുഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വയദുഊനനാ റഗബൻ വറഹബാ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് ദുഃഖം വന്നാലും, എന്ത് ദുരിതം വന്നാലും, എത്ര വലിയ പ്രതിസന്ധി വന്നാലും അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമടോ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്തു വന്നാലും അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവർ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യും. നമ്മളോ എല്ലാവരും ദുആ ചെയ്യുന്നവരല്ലേ? പക്ഷെ നമ്മുടെ ദുആയും ആ ദുആയും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്യുന്ന ദുആയും ആ ദുആയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നീ ദുആ ചെയ്യുമ്പോൾ നിനക്ക് തന്നെ അറിയാം ഇത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന്. നമ്മുടെ ദുആ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഇത് ചോദിച്ചിട്ട്. ഉദാഹരണം, പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യും നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്നാ. എത്ര പേര് ആമീൻ പറയുന്നത്? പടച്ചവനെ സദ്യ ഉണ്ണായിരിക്കണ പോലെ ചമ്മണം കൂട്ടി അങ്ങോട്ട് ഇരിക്കുക, ഇല ഇട്ടിട്ട് അങ്ങോട്ട് വെട്ടിയപ്പോൾ തിന്നാം. ഇടോ, ഈ കൈ പോലും ഒന്ന് നേരെ പിടിക്കാൻ നമ്മളിൽ പലർക്കും മനസ്സില്ലടോ. ഖത്തീബ് തന്നെ ചിന്തിക്കും, ആർക്കല്ല ഞാൻ ആർക്കല്ല. നമ്മുടെ അടി ദുആ ഉണ്ടോ എന്നുള്ള വിഷയത്തിൽ വേറെ തർക്കം. നിസ്കാരത്തിന് ശേഷം ഉണ്ടോ ഇല്ല അതവർക്ക് അല്ലാഹുടെ വഴി ദുആ ചെയ്യുന്നതിൽ പോലും നമുക്ക് തർക്കം. ഉസ്താദ് തന്നെ ചിന്തിക്കുക, പടച്ചോനെ ഞാൻ ആർക്കല്ല. ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഒരു മരിച്ച വീട്ടിൽ ദുആ ചെയ്യാൻ കൊണ്ടുപോയി. ഒരു മരിച്ച വീട്ടിൽ ദുആ കൊണ്ടുപോയപ്പോൾ 7 കണ്ടായിരുന്നു തോന്നുന്നു, 3 7 കണ്ടോ. ഉസ്താദ് ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം കേട്ടോ. ഞാനും എൻ്റെ ചങ്ങാതിയും കൂടെ പോയി. അവസാനം അവിടെ പോയിരുന്ന് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോൾ ഇവരാരും വരുന്നില്ല. എൻ്റെ കൂടെ ഉള്ള ഉസ്താദ് പറഞ്ഞു, കാക്കാ ദുആ ചെയ്യാൻ പോകുന്നു വാ. ഇല്ല ഉസ്താദ് ദുആ ചെയ്തോ. കാക്കാ ദുആ ചെയ്യാൻ പോകുന്നു വാ. ഇല്ല ഉസ്താദ് ചെയ്തു. 3 വട്ടം വിളിച്ചിട്ട് ഇവരാരും വരുന്നില്ലടോ. നമ്മൾ യാസീൻ ഓതിയിട്ട് മുഖാമുഖം നോക്കിയിരിക്കുക. ആർക്കല്ല ഇത്? അവർ ചെമ്പിൻ്റെ സൈഡിൽ നിൽക്കുക. അങ്ങനെ യാസീൻ ഓതി കളയാൻ പറ്റുമോ? ഒരു യാസീൻ ഓതി വെച്ചിരിക്കുകയല്ലേ, വേസ്റ്റാക്കാൻ പറ്റുമോ? ഞാൻ അവസാനം ദുആ ചെയ്തു, പടച്ചോനെ ഇതെൻ്റെ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണം അല്ലാഹ്. ഇപ്പം എൻ്റെ കൂടെ ഇരുന്ന ഉസ്താദെ അല്ലാഹു ഈ ഉസ്താദിൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണേ പടച്ചോനെ. കാരണം ഇതേപോലെ പള്ളിയിലെ ഖത്തീബിൻ്റെ അവസ്ഥ. പള്ളിയിലെ ഖത്തീബും ദുആ ചെയ്താൽ നേരത്തെ ഇങ്ങനെ നോക്കിയിരിക്കുക. വാപ്പാക്കൊക്കെ ശബ്ദം ഉണ്ടോയെന്ന് ജനറൽ ബോഡിയിലൊക്കെ പോകണം, അപ്പോഴറിയത്തുള്ളൂ ഉപ്പാടെ ശബ്ദം എന്താന്ന്. എടാ ഇനി അങ്ങനെങ്ങാനും പോട്ടെ, ഇനി ആമീൻ പറഞ്ഞാലോ? ദുആ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആമീൻ കേൾക്കുന്നുണ്ട്, ആമീൻ. അല്ലാ ഉസ്താദ് നോക്കണം, ആരാ അല്ലാ ഇന്ന് പതിവില്ലാതെ ഉസ്താദ് ഉഷാറായി ദുആ നീട്ടി. അല്ലാ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ ചങ്ങാതി ആമീൻ ആമീൻ ആമീൻ. ഇവൻ്റെ ആമീൻ്റെ നീട്ടം കണ്ടിട്ട് ചാരിയിരിക്കണ വാപ്പനെ നോക്കുന്നു, ആരാ അല്ലാ പതിവില്ലാതെ ഇന്ന്, ആരാ അല്ലാ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചങ്ങാതി. അപ്പോൾ ഉസ്താദിന് തന്നെ സംശയം, ഇവൻ കിളി പോയതല്ല ആണോ പറച്ചന് അറിയില്ലല്ലോ. ഇങ്ങനെ ഇരുന്ന് ആമീൻ പറയണ്. ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോൾ ഓൻ 2 കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കി, അപ്പോഴാണ് കാണുന്നത്
പോക്കറ്റിനകത്ത് തെളിഞ്ഞു കാണാം, നാളെയാണ് ശനിയാഴ്ച ബമ്പർ. പടച്ചവനെ ലോട്ടറി പോക്കറ്റിൽ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ അവസ്ഥ. ഇതാണ് ഇന്നത്തെ ദുആയുടെയൊക്കെ അവസ്ഥ. ആമീൻ പറയുന്നവൻ്റെ അവസ്ഥ ഇതാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓണബമ്പറൊക്കെ എടുത്തോ? എത്ര കോടിയായിരുന്നടോ ഓണബമ്പർ? എത്ര കോടിയായിരുന്നു? ഒറ്റ മനുഷ്യനും അറിയത്തില്ല. എല്ലാ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഓണബമ്പർ എത്രയാന്ന്. എടുത്തു വെച്ചിട്ട് ദുആയും ചെയ്തോണ്ടിരക്ക അല്ലാ അടിക്കണേ അല്ലാ. എത്ര ആയിരുന്നു? 25 എത്ര ആക്കാ? 25 മൈക്ക് സെറ്റ് ആരാ അറിയ? 25 കോടി. പടച്ചറപ്പേ, എവിടെ കൊണ്ടുവെക്കാനാ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാടോ അവസ്ഥ. പടച്ചറപ്പേ, അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എടോ ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ വിശ്വാസമുണ്ടായിരിക്കണം. ഖുർആൻ അല്ലാഹു പറയുകയാണ്, വയദുഊനനാ റഗബൻ വറഹബാ. എങ്ങനെ ദുആ ചെയ്യുന്നവർ സാമ്പിൾ അല്ല തന്നെ പറയുന്നടോ. അല്ല തന്നെ വിശുദ്ധമായ ഖുർആനിൽ ഉദാഹരണം പറയുകയാ. വാപ്പാ, നീ ചെയ്യുന്നത് പോലെയല്ല. ചെറുപ്പക്കാരാ, നീ കടന്ന് നിലവിളിക്കുന്നത് പോലെയല്ല. ഉസ്താദേ, ചോദിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സങ്കടം പറയുന്ന ഉമ്മ എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? നിങ്ങളെല്ലാവരും കടല് കാണാൻ പോകുന്നവരാണല്ലോ. കരുനാഗപ്പള്ളി ബീച്ചിൽ, കൊല്ലം ബീച്ചിലൊക്കെ പോകുന്നവരാണല്ലോ. സഹോദരാ, നിങ്ങൾക്ക് വെള്ളത്തെക്കുറിച്ച് അറിയുമല്ലോ. അതാ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിൻ്റെ അടുത്ത് പോകാൻ പോലും നമുക്ക് പേടിയാടോ. നമുക്കതിൻ്റെ ചാരത്ത് പോകാൻ പേടിയാണ്. എന്നാ ഉൾക്കടലിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ കടലിൻ്റെ നടുവിലേക്ക് പോയിട്ടുണ്ട് സഹോദരാ. ഞാൻ ഒരിക്കൽ പടച്ചവനെ കടലിൽ മീൻ പിടിക്കാൻ പോയി. മുകളിൽ ആകാശം, 4 ഭാഗത്തും വെള്ളമാണ്. എന്നെ പടച്ചവനെ ഭയം തുടങ്ങിയടോ. അല്ലാഹുവേ, കരയില്ല, 4 ഭാഗത്തും വെള്ളമാണ്. എനിക്ക് വല്ലാത്ത ഒരു പേടിയായി. പടച്ചവനെ, അവസാനം ബോട്ടോടിക്കുന്ന ആളോട് ചോദിച്ചു, എങ്ങനെയാ കര കണ്ടുപിടിക്കുക? അദ്ദേഹം വഴി പറഞ്ഞു തന്നു. അവസാനം ഞാൻ ചോദിച്ചു, ഇവിടെ എത്ര ആഴമുണ്ട്? ഉസ്താദേ, ഒരു തെങ്ങിനോളം ആഴമുണ്ട് ഉസ്താദേ. കടലിന്റെ ഉൾഭാഗത്തേക്ക് പോകും തോറും വല്ലാത്ത ആഴമാണ്. നടുകടലിൽ വല്ലാത്ത ആഴമാണ്. അവിടെ ഒരു മനുഷ്യൻ വീണാൽ പിന്നെ അവനെ തിരിച്ചു കിട്ടുമോ സഹോദരാ? രക്ഷപ്പെടാൻ സാധ്യതയില്ലടോ. എന്നാ പോകട്ടെ, ആ കടലിലെ ഏറ്റവും വലിയ മീനാണ് തിമിംഗലം എന്ന് പറയുന്ന മീൻ. അത് ജീവിക്കുന്നത് കടലിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്താണ്. അത് ജീവിക്കുന്നത് കടലിന്റെ അടിത്തട്ടിലാണ്. അതാണ് ഏറ്റവും നീളമുള്ള മീന്. ലക്ഷദ്വീപിൽ വാഴന് പോയപ്പോ എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്ന ഒരു മീനിന്റെ തലയും മുള്ളും ഇരിക്കുന്നുണ്ട്. ഈ കാണുന്ന ഈ ഹാളിന്റെ നീളമുണ്ടടോ. ചോദിച്ചപ്പോ പറഞ്ഞ, ഉസ്താദേ, ഇത് ചെറുതാണ്. സുബ്ഹാനല്ലാഹ്, അത്രത്തോളം നീളമുള്ള തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് ഒരു മനുഷ്യനെ എങ്ങാണം മീന് തിന്നാ പിന്നെ രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ സഹോദരാ? ചിന്തിക്കടോ. എന്നാ തിന്നടോ. ആ കടലിന്റെ ഉൾക്കടലിൽ കിടക്കുന്ന തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിൽ എറിയപ്പെട്ടടോ. ആ മീനിന്റെ വയറ്റിലായടോ. പടച്ചവനെ, ഒരു വഴിയുമില്ല. മീനിന്റെ വയറിനകത്ത് കിടക്കുന്ന യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ കടന്നുകൊണ്ട് വിളിക്കുകയാ, വനാദാ ഫിൽളുലുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എല്ലാ വഴികളും മടന്നു കഴിഞ്ഞപ്പോ, രക്ഷപ്പെടാൻ ഒരു ഓപ്ഷനും ഇല്ലാതെ വന്നപ്പോ, യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ കടലിനടിത്തട്ടിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിച്ചു, വനാദാ ഫിൽളുലുമാ
കടലിനടിയിൽ പോകും തോറും വല്ലാത്ത ഇരുളാണടോ. ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ കാണാറ് കോടികൾ ചെലവഴിച്ചു പോയവർക്ക് സംഭവിച്ചത് ഞാനും നിങ്ങളും വായിച്ചവരാ. സഹോദരാ, വല്ലാത്ത ഇരുളാണ്. ആ ഇരുള് മാത്രമല്ല, മീനിന്റെ വയറിനകത്തും വല്ലാത്ത ഇരുളാണ്. അവിടെ കടന്നിട്ട് വിളിക്കുന്നു വനാദാ ഫിദ്ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, എന്തൊക്കെ കൈവിട്ടാലും എന്തൊക്കെ സംഭവിച്ചാലും ഏതെല്ലാം വഴികൾ അടഞ്ഞാലും നാഥാ എന്നെ രക്ഷപ്പെടുത്താ നിനക്ക് കഴിയുമല്ലാ, നിനക്ക് കഴിയുമല്ലാ. എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ല തന്നെ പറയുന്നുണ്ട്, യൂനുസ് എങ്ങാണ് അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അവിടെ കിടന്നേനെ. ഇവിടെ യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിനടി കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നപ്പോൾ ഒരൊറ്റ ദുആ അങ്ങോട്ട് ചെയ്തു. ആ ഒരൊറ്റ ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങൾക്ക് ശേഷം കടലിൽ കിടക്കുന്ന മീൻ കരയിൽ കൊണ്ടുവന്ന് ജീവനോടെ യൂനുസ് നബിയെ കക്കിയിട്ടിട്ട് പോയടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ഒരു ദുആ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ഇതാണ് ദുആ, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ദുആ അല്ല. നമ്മൾ ഷോ കാണിക്കുക. ദുആ എന്ന് പറഞ്ഞാൽ അത്രത്തോളം എൻ്റെ റബ്ബ് ഞാൻ ചോദിച്ചാൽ തരുമെന്നുള്ള വിശ്വാസം ഉണ്ടാകണം നമുക്ക്. നമ്മുടെ ഈ ഉമ്മത്തിനെ പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം നിരാശയാണ്. നിരാശ, ജീവിതത്തിൽ ഒന്നുമില്ല, ജീവിതത്തിൽ വല്ലാത്ത നിരാശയാണ് നമുക്ക്. രോഗങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, മക്കളില്ല ഉസ്താദെ, 8 കൊല്ലമായി മക്കളില്ല, 10 കൊല്ലമായി മക്കളില്ല. കഴിഞ്ഞു ഉസ്താദെ, കഴിഞ്ഞു. ഇനി പ്രസവിക്കൂല, പോയില്ലേ. 40 35 വയസ്സായി, 40 വയസ്സായി, ഇനി മക്കളുണ്ടാകില്ല. ഈ ഉമ്മത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും ആരാ പറഞ്ഞ 30 വയസ്സ് 40 വയസ്സുള്ള പെണ്ണ് പ്രസവിക്കൂല എന്ന് ആരാ നിന്നോട് പറഞ്ഞേ? 40 50 60 എത്ര വയസ്സാകട്ടെ, ഈ വയസ്സ് പ്രസവത്തിനൊരു തടസ്സമാണെന്ന് ആരാ പറഞ്ഞേ? അതാരെങ്കിലൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മളിങ്ങനെ നിരാശയോടെ ഇനി ഉണ്ടാകില്ല ഉസ്താദെ, കഴിഞ്ഞു. ഇങ്ങനെ ഭാര്യയും ഭർത്താവും കണ്ട മരുന്ന് മുഴുവനും കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുക ഇറച്ചിക്കോഴിയെ പോലെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിരാശ ജീവിതത്തിൽ പാടില്ല, അത് വൻപാവാ. നിരാശ എന്താ? നിനക്കെന്താ അള്ളാഹ്ക്ക് തരാൻ പറ്റൂലേ? അള്ളാഹ്ക്ക് വിചാരിച്ച എന്താ? നിനക്ക് മക്കളെ തന്നൂടെ, നിനക്ക് വീട് തന്നൂടെ, നിന്റെ രോഗം മാറ്റിക്കൂടെ, നിനക്ക് സമ്പത്ത് തരാൻ എന്താ അള്ളാഹ്ക്ക് കഴിയാഞ്ഞിട്ടാ? എടാ, അള്ളാഹ്ക്ക് ഇതൊക്കെ നിസ്സാരം. പക്ഷെ നീ നിരാശ വെക്കുന്നത് അള്ളാഹ്ക്ക് കഴിയില്ല എന്നതിനർത്ഥം, അള്ളാഹ്ക്ക് പറ്റൂല എന്നതിനർത്ഥം. അല്ല, നീ കാണിച്ചത് നീതിയല്ല എന്നതിനർത്ഥം. എൻ്റെ കൂടപ്പറപ്പ് മീൻ കച്ചവടം ചെയ്ത് രക്ഷപ്പെട്ടു, ഞാൻ പടച്ചവനൊന്നുമില്ല. അള്ളാഹ് പടച്ചു. ഇവിടെ പിന്നെ മറ്റേ എന്താ പറയുക, ടർക്കിയും എന്താ പായൊക്കെ അല്ലേ, അത് വല്ലാത്ത കച്ചവടം കേട്ടോ. അള്ളാഹു വർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു വർക്കത്തിന്. പടസറബേ, ഞാൻ മറക്കൂല കേട്ടാ. എൻ്റെ വീടിൻ്റെ മുമ്പിൽ കിടപ്പുണ്ടത്, ഇന്ന് അങ്ങനെ തന്നെ കിടപ്പുണ്ടാ ചങ്ങാതി. എന്തായാലും മുൻ പറഞ്ഞ് ശരിയാ, 8 കൊല്ലം 9 കൊല്ലം ഉണ്ടായി, അങ്ങനെ തന്നെ കിടപ്പുണ്ടത് കേട്ടാ. അത് അഴിച്ചു മാറ്റാതെ അത് എത്ര നശിച്ചു അഗ്രടക്കട്ടെ, അവിടെ ഇട്ടേക്ക വാശി എന്ന രീതിയിൽ. ഇവിടെ അള്ളാഹു അങ്ങ് ജയിച്ച് രക്ഷപ്പെട്ടവരുണ്ടോ? മെത്ത കച്ചവടം നടത്തുന്നവരില്ലേ? എന്താ അല്ല അവന് മാത്രം കൊടുത്ത് എനിക്ക് തന്നില്ലല്ലോ അല്ല, നീ കാണിച്ച ശരിയല്ല അല്ല എന്നാ പറഞ്ഞതിനർത്ഥം. എന്നാ സഹോദരൻ അങ്ങനല്ല, നിരാശ പാടില്ല. മക്കളില്ലാത്തവരോട് ഞാൻ പറയാ, നിങ്ങൾക്ക് എന്തേ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തത്? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതാ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഫലസ്തീനിലെ പള്ളിയുണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിനകത്ത് അതാ മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരുകയാണ്. മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാ. ആ പെൺകുട്ടിയെ വളർത്തുന്നത് സക്കരിയ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയുടെ മിഹ്റാബിനകത്ത് കടന്നു ചെല്ലുമ്പോ അതാ മറിയം എന്ന് പറയുന്ന ആ പെൺകുട്ടി പഴം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബേ, ആ പഴം മഹാനായ സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല. 2, ആ പഴം പടച്ചവനെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയം കഴിക്കുന്നത്. സക്കരിയ നബിക്ക് അത്ഭുതമായി. അവിടെ നിന്ന് ചോദിക്കുന്നു, മറിയമേ, ഇതെവിടെ നിന്നാ മറിയമേ?
ഈ പഴം എവിടെ നിന്നാണ് മറിയമേ? മറിയം ബീവിയുടെ മറുപടി എന്തെന്നറിയോ? ഖാലതു ഹുവ മിൻ ഇൻദില്ലാ, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. സക്കരിയാ നബിയുടെ കണ്ണ് നിറഞ്ഞടോ. പടച്ചവനെ, സീസൺ അല്ലാത്ത സമയത്ത് പഴം കൊടുക്കാൻ അല്ലാഹുവിന് കഴിവുണ്ടല്ലോ. നാട്ടിൽ പോലും രാജ്യത്ത് പോലും കിട്ടാത്ത പഴം അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുമല്ലോ. വാപ്പാ, സക്കരിയാ നബിക്ക് മക്കളില്ലായിരുന്നു. വാപ്പാ, ഒരുപാട് പ്രായമായി, കല്യാണം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി. സക്കരിയാ നബി വൃദ്ധനായി, 100 വയസ്സിൽ പുറത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പടച്ചവരെ, ഒരുപാട് വയസ്സായി, രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം, സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു, അല്ലാ, പടച്ചവനെ, എനിക്ക് പ്രായമായല്ലോ, ഒരുപാട് രോഗങ്ങളുണ്ട് റബ്ബേ, എൻ്റെ എല്ലിൽ നിന്ന് മാംസം വിട്ട് കഴിഞ്ഞു അല്ലാ, എനിക്ക് മക്കളില്ല തമ്പുരാന്, എനിക്ക് മക്കളില്ല തമ്പുരാന്, ഉണ്ടാകാൻ സാധ്യതയില്ല പടച്ചവന്, എനിക്ക് പ്രായമായി റബ്ബ്, എനിക്ക് പ്രായമായി റബ്ബ്, ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും എനിക്കുണ്ട് തമ്പുരാന്, എനിക്ക് മക്കളുണ്ടാകാൻ ചാൻസ് ഇല്ല. അതുമാത്രമല്ല, വകാനത് ഇംറഅതി ആഖിറാ, എൻ്റെ ഭാര്യയ്ക്കും പ്രായമായി പടച്ചവന്. പെങ്ങളെ, 50 കഴിഞ്ഞ 50 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മെൻസസ് പോലും നിലയ്ക്കുമല്ലോ. 50 55 വയസ്സൊക്കെ ആകുമ്പോ പെണ്ണുങ്ങളുടെ മെൻസസ് പോലും നിലയ്ക്കുമടോ. ആ മെൻസസ് നിലച്ച പെണ്ണിന് മക്കളുണ്ടാകാൻ സാധ്യതയില്ല. സക്കരിയാ നബി പറയുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് 99 വയസ്സോളം അടുത്തിരിക്കുന്ന പടച്ചവന്, അവള് വൃദ്ധയാ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് 2 പേർക്കും മക്കളില്ല അല്ലാ, ഒരുപാട് തടസ്സങ്ങളുണ്ട് റബ്ബേ, പക്ഷേ നിനക്ക് പവറുണ്ട് അല്ലാ, നിനക്ക് കഴിയുമല്ലാ, ഞങ്ങൾക്കൊരു മകനെ തരാ, നിനക്ക് കഴിയുമല്ലാ, എനിക്കൊരു പൊന്നുമോനെ വേണമല്ലാ. 120ഓളം വയസ്സ് പ്രായമുണ്ടെന്ന് പറ. സക്കരിയാ നബി അലൈഹി സ്വലാമിന്റെ വയസ്സ് ഏകദേശം 120ഓളം വയസ്സ് പ്രായമുണ്ടല്ലേ. 100 വയസ്സ് കഴിഞ്ഞു. ഭാര്യക്ക് 99 വയസ്സ്. പറ, മക്കളുണ്ടാകോ? മക്കളുണ്ടാകാൻ വല്ല സാധ്യതയുണ്ടോ? ഇന്നത്തെ ഡോക്ടർമാരൊക്കെ പറയുന്ന കണക്കനുസരിച്ച് പറ, വല്ല ചാൻസും ഉണ്ടോ? ഒരു ചാൻസും ഇല്ല. അപ്പോഴാ സക്കരിയാ നബി അള്ളാഹിനോട് പറഞ്ഞു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പടച്ചവനെ, എന്നാലും നിനക്ക് കഴിയും, എനിക്കൊരു മോനെ വേണം, എനിക്കൊരു മോനെ വേണം പടച്ചവനെ. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ പ്രസവിക്കുമെന്ന്. ഞാനും ഈ കിളവിയായ ഞാനോ? അള്ള കൊടുത്തടോ സക്കരിയാ നബിക്ക് യഹ്യ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ആ വയസ്സാം കാലത്ത് റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു കൊടുത്ത മകനാ മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം. ഇതാ ദുആ, ഇതാണ് ദുആ. ഈ മക്കളില്ലാത്ത ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രയാസമുള്ള നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കണ്ട മരുന്നെല്ലാം കഴിച്ചു, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും പോയി മക്കളുണ്ടാക്കാൻ. എന്നാൽ അള്ള പറഞ്ഞ മരുന്ന് ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? പാപ്പ, ഖുർആനിൽ ഇല്ലാത്ത ഏതെങ്കിലും മരുന്നുണ്ടോ? എല്ലാത്തിനും പരിഹാരം ഖുർആൻ. അള്ളാൻ്റെ ഖുർആനിൽ മരുന്നില്ലാത്ത ഒന്നുമില്ലടോ ദുനിയാവിൽ. എന്തിനും മരുന്നുണ്ട് ഖുർആൻ. മക്കളില്ലാത്തവർക്ക് ഖുർആനിൽ മരുന്നുണ്ട്, കച്ചവടം ഇല്ലാത്തവന് ഖുർആനിൽ മരുന്നുണ്ട്, എല്ലാത്തിനും ഖുർആനിൽ മരുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല മഹാനവറുകൾ കുട്ടികൾക്ക് കിതാബ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാണ്, കുടിക്കാൻ പോലും വെള്ളമില്ല, മഴയില്ല, ബുദ്ധിമുട്ടാണ്, ദുആ ചെയ്യണം തങ്ങളെ, ഒരു പരിഹാരം പറയണം. വെള്ളമില്ല അല്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞു. ഓനെ പറഞ്ഞു വിട്ടു. രണ്ടാമതൊരാൾ വന്നു, തങ്ങളെ, കച്ചവടമൊക്കെ ആകെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് തങ്ങളെ,
ഒരു വഴി പറഞ്ഞു തരണം. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. മൂന്നാമതൊരാൾ വന്നു, തങ്ങളെ മക്കളില്ല, കല്യാണം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി, മക്കളില്ല ഇല്ലേ? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ കിളി പോയതുപോലെ ഇരിക്കുക. ഇതെന്താ ഇപ്പം എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ. നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ പറയാറുണ്ട്, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഡബ്ബയ്ക്കകത്തു നിന്ന് എല്ലാത്തിനും വാരി തരും ബർക്കത്തിന് എന്ന് പറഞ്ഞ പോലെ. ഉസ്താദ് പറഞ്ഞത് എല്ലാവരോടും അസ്തഗ്ഫിറുല്ലാഹ്, മക്കളില്ല എന്ന് പറഞ്ഞവനോടും, കച്ചവടത്തിൽ ബർക്കത്ത് വേണമെന്ന് പറഞ്ഞവനോടും, വെള്ളം വേണമെന്ന് പറഞ്ഞു എല്ലാവരോടും അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞേ. അപ്പോൾ കുട്ടികൾ നമ്മളെ പോലെ, ഇന്നത്തെ കുട്ടികളെ പോലെയല്ല. ഉസ്താദിനോട് ചോദിച്ചത്, എന്താ ഉസ്താദ് എല്ലാത്തിനും ഒരേ മരുന്നെന്ന്? അപ്പോഴാ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല മോനെ, അല്ല പറഞ്ഞതാ. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലയാ പറഞ്ഞ ഈ മരുന്ന്. മക്കളില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് പറ. കച്ചവടത്തിൽ നീ അടുത്തവൻ്റെ കടയിൽ നോക്കിയിട്ട് പടച്ചോനെ അവൻ എത്തിയങ്ങാനിലാവണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ നിനക്ക് ബർക്കത്തുണ്ടാകും. സഹോദര, വെള്ളമില്ലേ? കിണറ്റിൽ വെള്ളമില്ലേ? ബുദ്ധിമുട്ടാണോ? അസ്തഗ്ഫിറുല്ലാഹ് പറ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിരാശ പാടില്ല. ദുആ ചെയ്തുകൊണ്ടിരുന്നോ. എന്തേ നഷ്ടം? ലാഭക്കച്ചവടാടെ ദുആ. ഒരാൾ അള്ളാഹുടെ മുമ്പിൽ കൈനീട്ടി, നിന്റെ മുമ്പിൽ നീട്ടിയാൽ നീ ഇറക്കി വിടും, തരും, ചിലപ്പോൾ തരില്ല. പക്ഷെ അള്ളാഹുടെ മുമ്പിൽ നീ കൈനീട്ടിയാൽ വെറും കൈയോട് അള്ളാഹ് മടക്കൂല, 1/3 തരും. ഏത് വൃത്തികെട്ടവനാണെങ്കിലും, ഏത് മുതുകുടിയനാണെങ്കിലും അള്ളാഹുടെ മുമ്പിൽ ചോദിച്ച വെറും കൈയോട് അള്ളാഹ് വിടത്തില്ല. അള്ളാഹു മാന്യന. അള്ളാഹുടെ മുമ്പിൽ കൈനീട്ടുന്നവൻ അള്ളാഹ് വെറുതെ വിടത്തില്ല. ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അള്ളാഹ് തരും. നീ പണം വേണമെന്ന് വെച്ചാൽ പണം തന്നെ തരും. കച്ചവടത്തിൽ അഭിവൃദ്ധി അതെന്നെ വരും. സമാധാനം വേണം അതെന്നെ തരും. മക്കളെ വേണം അതെന്നെ തരും. അല്ലെങ്കിൽ പടച്ചവൻ നീ ചോദിച്ചത് തരൂല. അള്ളാഹു അത് മഹ്ശറയിലേക്ക് മാറ്റിവെക്കും. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ അള്ളാഹു ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ട് തരും. ഇതേതാ അള്ളാഹ് ഈ പൊതി? നീ ദുനിയാവി വെച്ച് ചെയ്ത ദ്വായാട, അന്ന് തന്നില്ല, ഇന്ന് തരുന്നു. അപ്പം മനുഷ്യൻ പറയത്രേ, ഒരു ദ്വായും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു അടച്ചന്. അപ്പോൾ ഒന്നുകിൽ ഇവിടെ വെച്ച്, അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ. ഇനി നീ ചോദിച്ചതും കിട്ടിയില്ല, ആഖിറത്തിലേക്കും മാറ്റിവെച്ചില്ല, നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറ് അള്ളാഹു തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ ദുആ. എന്തെങ്കിലും കിട്ടും. ഒരു നഷ്ടമില്ല ദുആയ്ക്ക്. അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്, പ്രതീക്ഷയോടുകൂടെ ദുആ ചെയ്. എന്തു ചോദിച്ചാലും അള്ളാഹു തരും. പടച്ചോൻ നമ്മളെ സഹായിക്കും. അള്ളാഹു ആ ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ.